ഇങ്ങോട്ടുണ്ടോ വെള്ളം കൊടുക്ക. അയ്യോ മോളെ പെട്ടെന്ന് ഓടിങ്ങ് വാ. എന്താ എന്താ സത്യമേ? അയ്യോ മോളെ നോക്ക്. അച്ഛാ അച്ഛാ എന്താ സത്യമേ? അച്ഛൻ എന്താ പറ്റിയേ? മോളെ ശ്വാസം മുട്ടല. ഇതിനു മുമ്പ് വന്നപ്പോ വിഷ്ണു ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അന്നൊരു ഇൻഹേലർ കൊടുത്തിരുന്നു എന്നാ പറയുന്നത്. അത് വലിച്ച മാറുന്ന രാഘവട്ടൻ പറയുന്നത്. പക്ഷെ അത് വിഷ്ണു എടുത്തു വെച്ചിരിക്കുന്നു. എവിടെയാവും കൊണ്ടുവച്ചിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. ശിവന്റെ കാര്യം രാഘവേട്ടനെ പറയുന്നത്. പക്ഷെ വിഷ്ണു എവിടെയാ വെച്ചിരിക്കുന്നെന്ന് ശിവൻ എങ്ങനെ പറയും? ഇതിപ്പം അതിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ? എങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, അച്ഛനെടുത്തേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എഴുന്നേറ്റേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവില്ല. വിഷ്ണു 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 അവനല്ലേ കൊണ്ടുപോയി വെച്ചേക്കുന്നത്. അവൻ ഏതോ നാട്ടിൽ പോയി കിടക്ക. അച്ഛനെയും വേണ്ട, അമ്മയും വേണ്ട, മക്കളെയും വേണ്ട, ഭാര്യയും വേണ്ട. ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും പെണ്ണിനെ കെട്ടി ജീവിക്കുന്നുണ്ടാവും. ഇവിടെയുള്ളവരിങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ടും നീ എവിടെ പോയാലും നന്നാവില്ലടാ. ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നിന്നെ പ്രസവിച്ച് തള്ളയായി പറയുന്നത്. സത്യമേ. പിന്നെ പിന്നെ ഞാൻ എന്താ അവനെ പറയണ്ടേ? അവൻ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. എവിടെയോ ജീവിച്ചിരിപ്പില്ലേ? കണ്ടില്ലേ അവന്റെ അച്ഛനെ കിടന്ന് മരണവെപ്രാളം കൊള്ളുന്നു. ആ മരുന്ന് നമ്മുടെ ആരുടെയെങ്കിലും കൈ തന്നിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഈ മനുഷ്യൻ ഉണ്ടാവുമായിരുന്നോ? വിഷ്ണുവേട്ടൻ അഥവാ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ തന്നെ കാണുമല്ലോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നോക്കാം. ഏതെങ്കിലും അലമാരത്തട്ടിൽ അത് കാണാതിരിക്കില്ല. അച്ഛൻ എന്താ പറ്റിയേ? മരുന്നോ? വിഷ്ണുക്കുഞ്ഞ് രാഘവൻ സാറും കൂടെ പോയപ്പോ വാങ്ങിയ ഒരു മരുന്നുണ്ട്. അത് വിഷ്ണുക്കുഞ്ഞ എവിടെ കൊണ്ടുപോയി വച്ചേക്കുന്നേ. അത് വലിച്ചാൽ ശ്വാസം മുട്ടൽ മാറുമെന്നാ പറയുന്നേ. അതിപ്പം അതെവിടെയാന്ന് അറിയണ്ടേ? എനിക്കറിയാം ആ മരുന്ന് എവിടെയുണ്ടെന്ന്. രാഘവേട്ടൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. രാഘവേട്ടൻ പേടിക്കും, നമുക്ക് കൊണ്ടുപോവാം. അവൻ കൊണ്ടുവരും, മരുന്ന് കൊണ്ടുവരും. കൊണ്ടുവരട്ടെ. ഇവിടെ എവിടെയോ ഉണ്ട്. കിട്ടി. ഇതാ അച്ഛന്റെ മരുന്ന്. കുട്ടികളെടുത്ത് കളിക്കുമെന്ന് വിചാരിച്ചെടുത്ത് മാറ്റി വെച്ചതാ.
അച്ഛാ അച്ഛാ അതെ മരുന്ന് കിട്ടി. ആ ആ ആ അച്ഛാ ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? കുഴപ്പമില്ല മക്കളെ, അറിയായിരുന്നു ഞാൻ സൂക്ഷിച്ചു വയ്ക്കുമെന്ന്. മക്കളെ പിള്ളച്ചേട്ടാ അച്ഛനെ കൊണ്ടുപോയി അകത്തെടുത്ത്. ആ പിള്ളച്ചേട്ടാ ഈ ഇൻഹേലറും കൈവച്ചോ, ഇനി ആവശ്യം വന്നാൽ ഉപയോഗിക്കാലോ. ശരി കുഞ്ഞെ. അച്ഛാ എണീക്കച്ചാ, വാ പിടിക്കാം. രാഘവേട്ട അതൊക്കെ ശിവ, വിഷ്ണുവേട്ടൻ വെച്ചിരുന്ന ഇൻഹേലർ അത് അവിടെ തന്നെയാണെന്ന് എങ്ങനെയാ ശിവന് മനസ്സിലായത്? പറയാൻ ഇതെങ്ങനെയാ അറിഞ്ഞതെന്ന്? ശിവ, ആ ഇൻഹേലർ അവിടെ ഉണ്ടെന്ന് ശിവൻ എങ്ങനെ അറിഞ്ഞൂന്ന്? അത് മനസ്സിലാക്കാൻ കളക്ടറുടെ ബുദ്ധിയൊന്നും വേണ്ട, സാധാരണ കോമൺ സെൻസ് മതി. വീട് പൂട്ടിപ്പോകുന്ന നേരത്ത് നമ്മൾ എവിടെയാ താക്കോല് സൂക്ഷിച്ചു വെക്കാറുള്ളത്? ഒന്നുകിൽ ചവിട്ടിക്കടിയിൽ, അല്ലെങ്കിൽ ചെടിച്ചട്ടിക്കുള്ളില്. ഇത്രയും ആവശ്യമുള്ള മരുന്ന് എന്തായാലും വിഷ്ണുവിന് പെട്ടെന്ന് കാണാവുന്നതും എടുക്കാൻ എളുപ്പമുള്ളതുമായ സ്ഥലം ബെഡ്റൂമിലെ അലമാര തന്നെ ആയിരിക്കും. കുട്ടികൾ മരുന്നെടുത്ത് കളയാതിരിക്കാൻ തീർച്ചയായും അതിന്റെ സ്ഥാനം അലമാരയ്ക്ക് മുകളിലുമായിരിക്കും. ഇത്ര മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അയ്യോ, ദാ സർട്ടിഫിക്കറ്റ്. ബഹളത്തിനിടയിൽ ഞാനതങ്ങ് വിട്ടുപോയി. മോനെ അച്ഛാ ദാ വരുന്നു. അച്ഛൻ വിളിക്കുന്നു.